സഞ്ജയനോട് ആദ്യം തന്നെ ആസ്ട്രേലിയയിലെ കാര്യം ചോദിച്ച് തുടങ്ങാതെ വിചാരിക്കുന്നത്, അങ്ങനെയുണ്ട് അവിടെ നമ്മുടെ മലയാളികൾക്കിടയിലുള്ള ഫ്രീ തിങ്കേഴ്സ് പ്രോഗ്രാംസൊക്കെ ഇങ്ങനെയുണ്ട്? ഇപ്പോൾ ഉണ്ടോ? അത് നിലവിലുണ്ടോ? ഈ വലിയൊരു ഒരു ചെറിയ ഭൂഖണ്ഡമാണല്ലോ ഓസ്ട്രേലിയ. അപ്പോൾ അതിൽ തന്നെ ജനവാസമുള്ള ഏതാനും കുറച്ച് സ്റ്റേറ്റുകളുള്ളൂ. അപ്പോൾ അതിൽ മെൽബണിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെ ചില ഭക്തന്മാരുമുണ്ട്, അങ്ങനെയുള്ളവർ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമല്ല. അവിടെ ഏറ്റവും കൂടുതലുള്ളത് മത അതിപ്രസരമാണ്. ഇവിടെ 2 നൊവേന മാസത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ 4 നൊവേന നടക്കുന്നുണ്ട്. പിന്നെ 4 എന്ത് പ്രാർത്ഥന പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഈ കുടുംബ സമ്മേളനങ്ങളുണ്ട്. അപ്പോൾ അത് പൈസയ്ക്ക് കുറവില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാം വയ്ക്കും. അപ്പോൾ ഈ മതപരമായ പരിപാടികൾ വെക്കാൻ അവിടെ മത്സരമാണ്. അതുകൊണ്ട് കുരിശിൻ്റെ വഴി അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഇവിടെ കുരിശ് കൃഷി നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും പരിപാടികൾ അത് നേരെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ മൂന്നാം കക്ഷിക്ക് വലിയ അധികം ഗ്രൂപ്പില്ലാത്തതുകൊണ്ട് അവരുടേതായ രീതികളിലേക്കൂടെ ചില മീറ്റിങ്ങുകളും കാര്യങ്ങളും ആരും അറിയാതെ അവർ നടത്തുന്നത്. മുസ്ലിങ്ങൾ അവിടെ എങ്ങനെയാണ്? മുസ്ലിം ജനവിഭാഗം വളരെ കുറവാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ഈ നമ്മുടെ ഈ സംവരണവും മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓസ്ട്രേലിയയിലെ ഈ ഇന്ത്യൻസിൻ്റെ സ്ട്രാറ്റ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള RC ആണ്, റോമൻ കത്തോലിക്ക സിറിയൻ വിഭാഗം. അവരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ തന്നെ നമ്മുടെ ഈ ലാറ്റിൻസ്, ഇവിടെ കേരളത്തിൽ ലാറ്റിൻസ് ഏകദേശം ഒരു വലിയ വ്യത്യാസമില്ലാത്ത പ്രൊപ്പോർഷൻ അവർക്കുമുണ്ട്. പക്ഷേ ലാറ്റിൻസ് എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ പൈസ ഉള്ളവനാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതോടൊപ്പം യാക്കോബൈറ്റ്സ് അങ്ങനെയുള്ളവരും ശതമാനക്കണക്കിൽ RC ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മറ്റ് ദളിത് ക്രിസ്ത്യാനികളോ അങ്ങനെയുള്ള വിഭാഗങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ ഹിന്ദു വിഭാഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈഴവരുണ്ടാകാം, അതിന് താഴെയുള്ള ഒരാളെപ്പോലും കാണാനില്ല. ഇനി കണ്ടാൽ തന്നെ അവൻ അതിനേക്കാൾ വലിയ നമ്പൂരിയായിട്ടായിരിക്കും അവൻ നടിക്കുന്നതും. ഇങ്ങനെ വളരെ രസകരമായൊരു ഇതാണ് ഓസ്ട്രേലിയയിൽ നടക്കുന്നത്. പള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ? പള്ളി മേടിച്ചു. ഇതിപ്പം മെൽബണിൽ 2ാമത്തെ പള്ളിയായി. അതായത് ഈ അച്ഛന്മാരെ സംബന്ധിച്ച് ഇതെല്ലാം മുമ്പ് അവിടുത്തെ വെളുത്ത വർഗ്ഗക്കാരൻ്റെ പള്ളിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതവർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ 2008 ശേഷം ആൾക്കാർ തള്ളിക്കയറിയപ്പോൾ ഇവരിതിൻ്റെ മെച്ചം കണ്ടത്. അപ്പോൾ പിന്നെ അവർ സ്വന്തമായിട്ട് പള്ളി ഉണ്ടാക്കാനുള്ള പദ്ധതികളും സ്ഥലം മേടിച്ച് കുറേ വിശ്വാസികൾ പൈസ ഉണ്ടാക്കിയവരുമുണ്ട്. ആർക്കും വേണ്ടാത്ത പ്രശ്നങ്ങളുള്ള സ്ഥലവും പള്ളിക്ക് കെട്ടിവെച്ച് പൈസ ഉണ്ടാക്കിയ ട്രസ്റ്റികളും ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും വീണ്ടും മുണ്ടെടുത്ത് വീണ്ടും വീരന്മാരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ 2 പള്ളി ഓൾറെഡി മെൽബണിലായി, ബ്രിസ്ബെയിനിലായി, നോർത്തിലും സൗത്തിലും പള്ളികളായി. അതോടനുബന്ധിച്ച് ഇനി കോളേജ് വരാൻ പോകുന്നു. അങ്ങനെ ഇവിടുത്തെ തന്നെ എല്ലാ രീതിയിലുള്ള അതേ സെറ്റപ്പിൽ നല്ല വില കൂടിയ കാറിൽ അച്ഛന് പൈസ കൊടുത്ത് എല്ലാ മാസവും ഡയറക്റ്റ് ഡെബിറ്റാണ്. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അക്കൗണ്ടിൽ നിന്ന് അവരുടെ ഗവൺമെൻറ്റിൻ്റെയോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പൈസ ബാങ്കിൽ വീഴുന്നതോടുകൂടി ആ പൈസ ഡയറക്റ്റ് ഡെബിറ്റ് പോവാണ്. അതിൻ്റെ എല്ലാ ധാരണാപത്രങ്ങളും ഒപ്പിടാൻ അവിടെ തല്ലാണ്. അപ്പോൾ ഇതൊന്നും, അതായത് കൂടുതൽ പേരും നേഴ്സുമാരാണല്ലോ. ഇവരൊക്കെ 8-10 മണിക്കൂർ നിലനിന്നുണ്ടാക്കുന്ന പൈസയാണ് ഈ പോകുന്നത്. ഇതിങ്ങനെ പോവുള്ളൂ. ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു പ്രായക്കാരായിരിക്കുമല്ലോ ഇപ്പോൾ അവിടെ ഡിസിഷൻ മേക്കേഴ്സ് മലയാളികളിൽ. അപ്പോൾ പുതിയ തലമുറനെ ഇവർക്ക് ഇതേപോലെ ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്? അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണോ അവിടെ? പുതിയ തലമുറ ഏറെക്കുറെ ഇതേ രീതിയിൽ കൂടെയാണ് പോകുന്നത്. കാരണം അവർക്കും വേദോപദേശം, നിർബന്ധിത വേദോപദേശം എല്ലാം ഉണ്ട്. ഇപ്പം എൻ്റെ മക്കളൊന്നും കാര്യമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഭാര്യ ചെറിയകിട വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒന്ന് പോയി നോക്കും, വല്ലപ്പോഴൊക്കെ പോവാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ആളത് പോവാറില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ നമ്മൾ ഒറ്റപ്പെടലാണ്.
ഞാനിപ്പോൾ അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. പിന്നെ എൻ്റെ ബിസിനസ്സിൽ തന്നെ അവൻ പള്ളിക്കെതിരെ നിൽക്കുന്നവനാണ്, അവൻ്റെ കൂടെ ആ ബിസിനസ് ചെയ്യേണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് വലിയൊരു ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മളെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലത്ത് ഈ ഒറ്റപ്പെടലാണ് അവരുടെ ഒരു വിജയം. അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഈ അവിടെ ക്നാനായക്കാരുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ ക്നാനായ വിഭാഗത്തിനെ കുറിച്ച് അറിയുന്നറിയില്ല. അവർ അതിശുദ്ധി കൂടിയവരും അവരാണ് അവിടെ ഏറ്റവും സ്പിരിറ്റ് ഉള്ളവർ. അപ്പം ഇവരുടെ മക്കൾ ഈ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുമല്ലോ. ഈ അടുത്തൊരു ഇതുണ്ടായി, ഒരു പെൺകുട്ടി ഒരു ക്നാനായ ചെറുക്കനുമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ആ ചെറുക്കൻ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അവൻ പറഞ്ഞിട്ട് പിന്നെ അവൻ വന്നിട്ട് ഇവളോട് പറയുകയാണ്. അപ്പോഴത്തേക്ക് അവർ നല്ല ഇഷ്ടമായി. അതെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നീ ക്നാനായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 1 വയസ്സിൽ 2 വയസ്സിൽ ജനിച്ചു വളർന്ന കുട്ടിയാണെന്ന് ആലോചിക്കണം. അവൻ അതിൽ നിന്ന് പുറകോട്ട് പോയി. പെൺകുട്ടി കുറച്ച് നാൾ കരഞ്ഞ് നിലവിളിച്ച് നടക്കുകയും പിന്നീട് അവൾക്ക് മനസ്സിലായി അവൻ പോയാൽ പോട്ടെ എന്നുള്ളത്. ഇതാണ് ഇത്രയും. പക്ഷെ ഇവരുടെ മക്കൾ വരുമ്പോഴത്തേക്കും ഇവർക്കിത് തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തലമുറ വരെയും കൂടി ഇവരുടെ ഒരു 1-1.5 ഇപ്പം ഇവരുടെ മക്കളുടെ തലമുറയും കൂടി ഇങ്ങനെ തന്നെ പോവും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പേടിക്കാനില്ല, പള്ളിക്കറിയാം ഇത് കഴിയുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് വ്യക്തമായും ഭംഗിയായിട്ട് തന്നെ നടന്നു പോകും. ഈ ആസ്ട്രേലിയൻ ഭരണകൂടത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ അവിടുത്തെ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ധിക്കരിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറാറുണ്ടോ ഈ മതക്കൂട്ടങ്ങൾ? ഇല്ല, ഇവരിപ്പോൾ ആകെ ചെയ്യുന്നത് ചിലപ്പോൾ വീടിന് പള്ളിക്ക് പുറത്തുള്ള റോട്ടിക്കോട് പ്രദക്ഷിണം അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അനുമതി മേടിച്ചിട്ടായിരിക്കും. പക്ഷേ ക്രിസ്ത്യൻസ് ആണ് ഇപ്പോൾ കൂടുതൽ അല്ലേ ഓസ്ട്രേലിയൻ മലയാളികൾ? അല്ലല്ല, ഓസ്ട്രേലിയൻ മലയാളി നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ കാര്യമാണ്. ഞാൻ കേരളം തന്നെ പറയുന്നത്. അതിൽ ക്രിസ്ത്യാനികളാണ് വളരെ കൂടുതൽ. പക്ഷേ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ പോയിന് പഞ്ചാബികളും നോർത്ത് ഇന്ത്യൻസാണ്. അത് അവിടെ നടക്കുന്നത് ഒരു വല്ലാത്ത ഇതാണ്. ഈ പിരിവിന് വരുന്ന ആളുകളില്ലേ, പള്ളിയിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്ന പിരിവിന് വരുന്ന ആത്മീയ നേതാക്കന്മാരാരൊക്കെ അവിടെ പ്രധാനമായിട്ട്? എല്ലാവരും ഇന്നാൾ നമ്മുടെ വട്ടായുടെ ഒരു താഴെയുള്ളൊരു ചങ്ങാതി ഉണ്ടായിരുന്നാണല്ലോ, വളമനാൽ വന്നിരുന്നു. വളമനാൽ വന്ന് മറ്റേ ആൾക്ക് മുമ്പൊരിക്കൽ വിസ നിഷേധിച്ചതാണ്. ഓട്ടിസം ബാധിക്കുന്നത് ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് അതുപോലെ അതിൽ ഡോക്ടർ രഞ്ജിത്ത അതെ അങ്ങനൊരു പറഞ്ഞിട്ട് ആൾക്കെതിരെ വിസ നിഷേധിച്ചു. അതിപ്പോൾ അത് വിലക്ക് മാറിയിട്ട് ആൾ വീണ്ടും വന്നു. പിന്നെ അങ്ങനെ ഒത്തിരി പേര് ധ്യാനഗുരുക്കന്മാർ, ഈ ഹിന്ദു ധ്യാനഗുരുക്കന്മാർ വരുന്നു, കാശ് നിറച്ച് പോകുന്നു. അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട്. അച്ഛന്മാർ വരുന്നു, അത് കഴിയുമ്പോൾ അവരൊരു CD പ്രവർത്തിപ്പിക്കും. ഏതെങ്കിലും അനാഥാലയത്തിലെ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ആ അച്ഛന് അതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ആൾക്കാർ പിരിച്ച് ക്യാഷാണ് കൊണ്ടുപോകുന്നത്. ലിക്വിഡ് ക്യാഷാണ് ഓസ്ട്രേലിയയുടെ അങ്ങനെ കുറേ ഒഴുകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും അപ്പീസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യൻ ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കറി ഷോകൾ പ്രൈം മിനിസ്റ്റർ നടത്താം. അങ്ങനെ ഇന്ത്യൻസിനെ സ്വാധീനിക്കാനുള്ള പരിപാടി 2 ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഒരു ചെറിയൊരു അവരുടെ വോട്ട് ഒരു ഘടകമായി മാറി തുടങ്ങി. അപ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങൾ മാറിയാൽ അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നതിന് കുറച്ച് കുറവുണ്ടാവും എന്ന് പറയുന്ന ഒരു ചിന്താധാര ഇവിടെ ഉണ്ടല്ലോ. അത് തെറ്റാണ്. വളരെ അല്ല, അമേരിക്കയിൽ നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് തെറ്റാണ്. അവിടെയും ഈ പറയുന്ന അവിടുത്തെ റൈറ്റ് വിങ് ഫണ്ടമെൻ്റലിസം സ്റ്റാർട്ട് ചെയ്യാണല്ലോ. എന്താ അവർക്ക് പണമില്ലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പോൾ ഇത് എളുപ്പമല്ല. ഇതിന് ചെയ്യാവുന്നത് തുടക്കം മുതലേ ഒരു റാഷണൽ ചിന്താഗതി, സയൻറ്റിഫിക് ടെമ്പർ പിള്ളേരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മളെല്ലാവരും വിശ്വാസികളായതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ തിരിയുള്ളൂ. അല്ല, അത് നമ്മുടെ 1940കളിൽ വന്ന ഒരു വാദം ഇപ്പോഴും, അതായത് സാമ്പത്തിക സ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റം ഉണ്ടല്ലോ മനുഷ്യരിൽ. അപ്പോൾ അത് നവോത്ഥാനത്തിന് കാരണമായേക്കും, അല്ലെങ്കിൽ നവോത്ഥാനത്തെ കൂടുതൽ സ്പീഡാക്കും എന്നൊരു വാദം അന്ന് വന്ന വാദമാണ്. ഇന്നും അത് പറയുന്നവരുണ്ട്.
അല്ല, ആ വാദത്തിൻ്റെയൊക്കെ ബലമായിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ കാണുന്ന ശുഷ്കമായ സദസ്സിൽ അതിനും ഘടകമുണ്ട്. എന്ന് നമ്മൾ ആ വാദത്തിന് തലവെച്ച് കൊടുത്തോ അന്ന് മുതൽ വാദം നിൽക്കുന്നത് അയ്യപ്പ സംഗമത്തിലാണ്. അതെ അതെ, അതിലെത്തി നിൽക്കുന്നത്. ഇതിപ്പോൾ കാരണം ഞാൻ ബോംബെയിലായിരുന്നു. ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് പിന്നെ 10 വർഷം ഞാൻ ബോംബെയിലായിരുന്നു. പിന്നീടാണ് 10 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്ത്. അപ്പം അങ്ങനെ ബോംബെയിലുള്ള സമയത്ത് 1997 മറ്റോ ആണ് ഞാൻ നമ്മുടെ ചാലക്കുടിയിൽ യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നു. അന്ന് കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് അവിടുത്തെ പ്രധാന ചർച്ചയും പ്രസംഗങ്ങളും കൊക്കക്കോളയ്ക്കും പെപ്സിക്കും എതിരെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പരിപാടി ഇതല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരും എന്നെ നോക്കിയ നോട്ടോട്ടല്ലോ. അതാണ് ഇത് അന്ന് മുതലേ ഉണ്ട് നമുക്ക് ഈ സ്വത്വപരമായ ഒരു പ്രശ്നം. അല്ല, അത് ഈ നമ്മൾ ഈ സയന്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കുക, യുക്തിബോധം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു രണ്ടാംകിട പ്രവർത്തനമായിട്ടാണ് ഈ സാമ്പത്തിക വാദക്കാർ പറയുന്നത്. പക്ഷെ ഇവർ ഈ സാമ്പത്തികവാദക്കാർക്ക് ആസ്ട്രേലിയയിൽ കുടിയേറിയ മലയാളി, അന്തസ്സായി സമ്പത്തോടു കൂടി ജീവിക്കുന്ന മലയാളി, അമേരിക്കയിൽ കുടിയേറിയ മലയാളികൾ, ലണ്ടനിൽ കുടിയേറിയ മലയാളികൾ, അവരൊന്നും ഈ അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇവിടുത്തെ സുബ്രഹ്മണ്യനെ അവരവിടെ കൊണ്ടുപോകുന്നു. ഇന്ന് ഷഷ്ടി അവിടെ, ഇന്ന് ലണ്ടനിൽ സെയിം ഷഷ്ടി ദിവസം അവിടെ ഷഷ്ടി നടക്കണ്ടായിരിക്കും. അപ്പൊ എന്ത് ഈ സാമ്പത്തിക വാദമാണ് ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷെ വേറെ കാര്യമുണ്ടോ, അവർക്കും തന്നെ ഇപ്പോൾ കുറച്ച് പറഞ്ഞ് ബോറടിച്ച് തോന്നുന്നു. അവരിപ്പോൾ അയ്യപ്പ സംഗമത്തിലാണ്. അതെ അതെ അതെ, അവർ അതുകൊണ്ടാണല്ലോ പുതിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ വേറെ കാര്യം, ഇവർക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല കേട്ടോ. അത് കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞത് വെച്ചാൽ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലത്തെ സാധനം പോലും അടിച്ചു മാറ്റാൻ കഴിയാന്ന് പറയുമ്പോൾ അതാണ് ഈ പള്ളിയുമായും അമ്പലമായും അടുത്ത് നിൽക്കുന്നവർക്കറിയാം ഇതും ഇല്ലൊരു കോപ്പുമില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, അതങ്ങനെയാവണമെന്നില്ല. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഇതുണ്ട്. അല്ല, ദൈവത്തിന് എന്തിനാ ഇത് ആവശ്യമെന്ന് പണ്ട് നായനാർ ചോദിച്ചിട്ടുണ്ടല്ലോ, ചിരിച്ചുകൊണ്ടാണെങ്കിലും. അപ്പോൾ അത് തന്നെയാണ് അവർ. പിന്നെ അവർക്ക് അറിയാം ഇതിലൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, ഇതൊന്നുമില്ല എന്നുള്ളത്. കാരണം ഞാൻ അൽത്താരപാലനായിരുന്നു. അപ്പോൾ ഇരിഞ്ഞാലക്കുട സെമിനാരിയിൽ അവിടുത്തെ റെക്ടർ ഞങ്ങളുടെ ഇടവകയിലെ വികാരിയായിരുന്നു അവിടെ പോയത്. അപ്പോൾ അച്ഛനുമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സെമിനാരിയിലെ എൻ്റെ പല കൂട്ടുകാരും അൽത്താരപാലന്മാരൊക്കെ അച്ഛന്മാരാണ്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ മൂശയിൽ കൂടെ പുറത്തു വരുമ്പോൾ ഒരുവിധം അച്ഛന്മാർക്ക് അറിയാം ഇതിലൊന്നുമില്ല, നമ്മൾ ഒരു സാമ്രാജ്യത്തിൻ്റെ കാവൽ സൂക്ഷിപ്പുകാരനാണ്. എൻ്റെ ജോലി മാക്സിമം പെട്ടിയിലേക്ക് വരുത്തുക, അതിലാണ് എൻ്റെ കഴിവ്, സാമ്രാജ്യം വളർത്തുക. അപ്പോൾ അവരത് വ്യക്തമായിട്ടും ആ സെമിനാരിയുടെ തുടക്കത്തിൽ ഇത് പറയില്ല. തുടക്കത്തിൽ ഈ ബ്രഹ്മചര്യം അതൊന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാവും ഇത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പൂത്ത് വിളയാടാനുള്ള ഒരു മേച്ചിൽപ്പുറമാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത് ലൈംഗികപരമായിട്ടും. അത് ആ ചെമ്മാച്ചം പട്ടം കിട്ടിക്കഴിയുമ്പോഴാണ് അത്തരം സൂചനകൾ ഇവർക്ക് കൊടുക്കുന്നുള്ളൂ. അതേസമയം മൈനസ് സെമിനാരിയിൽ പല പിള്ളേർ കൊഴിഞ്ഞു പോകും. ദൈവമേ, എനിക്കിനി ഒരു കാര്യവും നടക്കില്ലല്ലോ. പക്ഷേ വലിയൊരു വാതായനം തുറക്കുകയാണെന്നുള്ളത് ആ 7ാമത്തെ ഒരു വർഷങ്ങളിലാണ്. അപ്പോൾ അവരത് വ്യക്തമായിട്ടാണ് തുടക്കക്കാരെ പ്രശ്നക്കാരൊക്കെ കൊഴിഞ്ഞു പോട്ടെ, ബാക്കി നിൽക്കുന്നവരെ കറക്റ്റായിട്ട് അവർ അതിലേക്ക് മൂശയിലേക്ക് ആക്കുകയാണ്. ഞാനിതിലൊരു രസകരമാണെന്ന് എനിക്ക് തോന്നുന്നൊരു കോൺട്രഡിക്ഷൻ ഇതിൽ വരണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ശബരിമലയിലെ ഒരു വിധി വന്നല്ലോ, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഈ യുവതികളുടെ പ്രവേശനം തടയൽ എന്നാണല്ലോ കോടതി കണ്ടെത്തിയത്. അപ്പോൾ അത് നടപ്പാക്കാൻ സർക്കാർ ഒരിക്കൽ ശ്രമിക്കണ്ടായി, ഈ സർക്കാർ. അപ്പോൾ സർക്കാർ അതായത് സ്ത്രീകൾ പൊക്കോട്ടെ എന്നുള്ളൊരു അഭിപ്രായം ആദ്യഘട്ടത്തിലെടുത്തു. അപ്പോൾ അതിന് തുടർന്നുണ്ടായി വന്നിട്ടുള്ള ലഹളകളും അതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ അതൊരു ഭയങ്കര വൈകാരികമായി ഹിന്ദു ജനത എടുത്തിട്ടുണ്ടെന്ന് തോന്നണം. കാരണം അത്രയധികം പേര് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തു. അത് ഒരു സത്യത്തിൽ അതൊരു പ്രോഗ്രസീവായിട്ട് പോലും അത് വിശ്വാസത്തുമ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ
അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ദൈവത്തിൻ്റെ സമ്പത്ത് പോലും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ നിലയ്ക്ക് വരുമ്പോൾ ആളുകൾ യുക്തിബോധത്തോടെ അല്ലല്ലോ എന്താ പറയുക, യുക്തിബോധത്തോടെ പ്രതികരിക്കുക എന്നുള്ളതല്ല ഉണ്ടാവാൻ പോണത്. വൈകാരികമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഇലക്ഷനെതിരെ ഉണ്ടാവാനുള്ളൊരു, അതായത് LDFനെതിരെ ഒരു വലിയ ഒരു വോട്ടിംഗ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം? അതിന് ഈ പറയുന്നത് പോലെ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദു ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ അതിനെ വേറെ രീതിയിലേക്ക് ട്രാക്ക് വഴിതെറ്റി മാറ്റും. നമ്മുടെ സമ്പത്ത് ഇവർ അടിച്ചുകൊണ്ട് പോകും. വിശ്വാസികളല്ലാത്തവർ അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് പക്ഷക്കാരും അതിൽ വേർക്കാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ UDF ആയാലും LDF ആയാലും ആ ഒരു വിപത്തിനെ അവർ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ തന്നെയായിരിക്കും. ഒരുപാട് BJPയുടെ ആളുകൾ വാർഡുകളിൽ നിന്ന് ജയിച്ചു വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അതിനൊരു ക്രമാതീതമായ ഒരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഹിന്ദുക്കളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു വിഭാഗവും ആ ഒരു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ ഇപ്പോൾ മോദിയുടെ, അതായത് കേന്ദ്ര ഗവൺമെൻറ് നടന്ന പൊതു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, പാർലമെൻറ്റ് പോയി, അത് നമ്മൾ നോക്കുമ്പോൾ 19.8 അങ്ങോട്ട് അത്ര ആളുകൾ BJPക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 19.8 പേര് വോട്ട് ചെയ്യുക പറയുമ്പോൾ അതിലധികവും ഹിന്ദുക്കൾ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു 35% മിനിമം ഹിന്ദു സമുദായത്തിൽ നിന്ന് BJPക്ക് വോട്ട് ചെയ്തു. അപ്പോൾ 100 പേരിൽ 35 പേരും BJPക്ക് വോട്ട് ചെയ്യാൻ ഹിന്ദുക്കളിൽ തയ്യാറാണ് എന്നാണ് അർത്ഥം. പകുതിയോട് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ചൊരു ക്രിസംഗി ഗ്രൂപ്പിനെ കുറച്ച് കിട്ടാം. അതിനെപ്പറ്റി പറയാനേ, ഈ ക്രിസംഗി ഗ്രൂപ്പിനെ പറ്റി ഒന്ന് പറയണം. എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ഫാമിലി ഗ്രൂപ്പുകളോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ അറിയാലോ ഇതിനെ പറ്റിയിട്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ? എൻ്റെ ഒരു ഫാമിലിയിൽ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു വിഭാഗമുണ്ട്, പെട്ടെന്ന് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയവരും മധ്യവർഗത്തിന് തൊട്ട് മുന്നിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാർ പലരും ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തന്നെയുമല്ല, അവർ നോക്കുമ്പോൾ 10 വർഷമായിട്ട് ഇവർ ഭരിക്കുകയാണ്. ഈ ഞാൻ ജനിച്ചു വളർന്ന നസ്രാണി ഗ്രൂപ്പുകളാണ് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരും. അവർക്ക് ഒരു പരിധി വരെ ഇതാണ് അവരുടെ മെയിൻ കാര്യമാണ് അവർ നോക്കാം. പെട്ടിയിലെന്ത് വീഴും, എന്താ നമുക്കുള്ള ഗുണം. അപ്പം അവർ നോക്കുന്നത് ഇനിയിപ്പോൾ ഇവരുടെ ഒരു കാലമാണ്, അപ്പോൾ പതുക്കെ നമുക്ക് അതിനോട് മാറാം. പിന്നെ ഈ പറയുന്ന കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ വലിയൊരു വിഭാഗം അത് വിറ്റുമാറുന്നുണ്ട്. ഇപ്പോൾ പരമ്പരാഗതമായ ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരു വ്യക്തി മക്കളൊക്കെ വിദേശത്തേക്ക് പോയി, അവരാരും ഇല്ല. അപ്പോൾ ആ കട അവന് വിൽക്കണം. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നൊരു 30 ലക്ഷമാണ്. ഈ 30 ലക്ഷത്തിന് ആര് മേടിക്കാൻ വരുന്നു അവനാണത് കൊടുക്കുകയുള്ളൂ. അതേസമയം അവനൊരിക്കലും 20 ലക്ഷത്തിന് ഒരു ക്രിസ്ത്യാനി വന്നു, 20 ലക്ഷത്തിന് ഒരു ഹിന്ദു വന്നു, അവൻ വിറ്റോളണമെന്നില്ല. അവന് 28 ലക്ഷത്തിന് വന്നാലും വിൽക്കൂല. അതേസമയം 30 പറഞ്ഞ് വേറൊരു വിഭാഗം വന്ന് മേടിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണ്. അങ്ങനെ അത് കാണുന്ന വേറൊരു വിഭാഗമുണ്ട്. അതിന് അസൂയയോടെയും കുശുമ്പോടെയും സഹിഷ്ണുതയില്ലാത്ത രീതിയിൽ കാണുന്നൊരു വിഭാഗം, അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഈ ഡെമോഗ്രാഫിക് സിറ്റുവേഷനിൽ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറയാനാണ് പോകുന്നത്, വോട്ടിംഗ് ശതമാനം. കാരണം പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ എണ്ണം അത് കുറയാണ്. അല്ല, ഞാൻ വോട്ടിംഗ് ഇതിലേക്ക് പ്രകടമായ മാറ്റം ഈ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ, അതോടൊപ്പം തന്നെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനുകളിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാനാർത്ഥികളുടെ എണ്ണവും കുറയാനാണ് പോകുന്നത്. കാരണം അവർ ഓരോ വാർഡുകളിലും പ്രബലമല്ലാതെ ആയി വരാൻ പോവാണ്. കാരണം പിള്ളേരൊന്നും ഇവിടെ ഇല്ല, ഈ വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ. അധികം പേരും പുറത്താണ് അല്ലേ? എല്ലാവരും പുറത്താണ്. അത് വലിയ രീതിയിൽ കേരളത്തിലെ ഈ ക്രിസ്തീയ സമുദായത്തിനെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്.
അപ്പം അതുകൊണ്ടാണ് അച്ഛന്മാരൊക്കെ 3, 4, 5 വേണം എന്ന് പറഞ്ഞ്. പക്ഷേ അച്ഛന്മാരെ ഈ പേടിക്കുന്നത് എന്തിനാ? അവരാണല്ലോ ശരിക്കും ഈ ക്രിസംഗി മെൻറ്റാലിറ്റീനെ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. പൊട്ടുന്നതിന് ഉണ്ടാക്കിയവരത്. അത് അവരുടെ ഈ ഭയമാണ്, ഈ ആത്മാക്കൾ കുറയുന്നുള്ള ഭയമാണ് മൊത്തം. അതല്ല, അവരെ സംബന്ധിച്ച് ഇതിൽ അവരൊക്കെ പ്രശ്നത്തിലാണ്. അവരെല്ലാം ഓരോ കേസുകളിലും കാര്യങ്ങളിലും പെട്ടപ്പോൾ ഭൂമി വിറ്റായാലും മറ്റേ എല്ലാത്തിലും അവരും ഇതാണ്. അതോടൊപ്പം ഇവർക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് 50 വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയുടെ പുറത്തുനിന്ന് വന്ന പൈസയ്ക്കൊന്നും ഒരു കണക്കുകളില്ല. ഇതൊക്കെ ഏത് നിമിഷവും വേണമെങ്കിൽ കുത്തിപ്പൊക്കാം ഈ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഭയമാണ് പ്രധാന കാരണം. അതാണ് പൊടുന്നനെ ഒരു. അതെ അതെ അതെ. ഇത് ശരിക്കും തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവരെ കൊണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന PM ശ്രീ പദ്ധതി, അതും ഈ പറയുന്ന അതേ സംഭവം തന്നെയാണ്. ഇത് നടത്തിയില്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങൾ വരും, ഭരിക്കുന്ന ഭരണകക്ഷിക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ PM ശ്രീ പദ്ധതി അതിപ്പോൾ മഹാത്മാഗാന്ധി ബാഷ്പാഞ്ജലിയായി അല്ലെങ്കിൽ അങ്ങനെയായി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പഠിച്ചാൽ ഇപ്പോൾ എന്താ, മരിച്ചു എന്നാണല്ലോ പറയുന്നത്. എപ്പോഴും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞില്ലെങ്കിലും മരണപ്പെട്ടു. അപ്പോൾ നിസ്സാര വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അതങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ചിന്തിക്കുന്നത്. കേരളത്തിലിപ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തായാലും പ്രകടമായി ഇവർക്ക് ഒരു വലിയൊരു തിരിച്ചടി ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഉണ്ടാവാനുള്ളൊരു സാധ്യത തന്നെയാണ് കേരള സംസ്ഥാനത്തിൽ. ഞാൻ പറഞ്ഞ മറ്റേ പൊളിറ്റിക്സിലേ അല്ലാണ്ട് വന്നത്. കേരളത്തിലിപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ജനങ്ങളിങ്ങനെ ചിന്തിക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്കതിലുള്ളൊരു ഇൻട്രസ്റ്റ്. അതായത് ആളുകൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വോട്ടിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡെമോക്രസിയുടെ ഒരു അവസ്ഥയൊന്നും ആലോചിക്കണം. മറ്റൊരു കാര്യങ്ങളും ആളുകൾക്ക് താല്പര്യമില്ല. ആൾക്കാരെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവരുടെ വിശ്വാസത്തെ ഹരിച്ചോ എന്നൊക്കെ നോക്കിയാണ് വോട്ടിംഗ് പറ്റേണ്ടത്. നമ്മൾ 2019 കണ്ടത് അങ്ങനെ തന്നെയാണ്. ഈ ഗവൺമെൻറ് ഇപ്പോൾ നിലനിൽക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ LDF ഗവൺമെൻറ് പോകുന്നതിൽ യാതൊരു സങ്കടമില്ലാത്ത ആളാണ് ചേട്ടാ. പക്ഷെ പറയുന്നത് അത് അവർ ചെയ്തു വെച്ച ഇപ്പോൾ നെപ്പോട്ടിസം ആയാലും ശരി, അവർ കാണിച്ചു കൂട്ടിയ അഴിമതിയുടെ പേരിലാണ് അവർ ശരിക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമായിട്ട് മാറുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷേ സംഭവം. പക്ഷേ എനിക്ക് ഒന്ന് തോന്നുന്നത്, വേണ്ടത്ര രീതിയിൽ ഹിന്ദു സംഘടനകൾക്ക് ഇതിനെ ഇതുവരെ ആസ് സച്ച് മുതലെടുക്കാൻ പറ്റി. ഈ നാമജപ ഘോഷയാത്ര പോലത്തെ അത്ര ഒരു ഇത് വന്നിട്ടില്ല, ഇമ്പാക്ട് വന്നിട്ടില്ല. അതെന്താ അങ്ങനെ വരാൻ കാരണം? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടുത്തെ പൊതുസമൂഹത്തിന് തോന്നുന്നത് എന്താണ്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഉത്തരം പറയാനില്ല. ഒരു പക്ഷേ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക എല്ലാവരും ഞെരുക്കത്തിലാണ്. വിൽപ്പനകൾ നടക്കുന്നില്ല, കച്ചവട സ്ഥാപനങ്ങളൊന്നും ഒരു വേണ്ടത്ര തള്ളലില്ല. അപ്പോൾ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇതിനെല്ലാത്തിനെയും ബാധിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ ഈ അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്തു എന്നുള്ള പറയുന്നൊരു വിഷയമുണ്ടല്ലോ, അതിൽ BJP അത്രയ്ക്കും അങ്ങോട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ അവർക്ക് അത് വേണ്ടത്ര രീതിയിൽ അതിനൊരു വലിയൊരു ഇഷ്യൂ ആക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഒരു പക്ഷേ ഈ പറയുന്ന രണ്ട് കൂട്ടരും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമായിട്ടാകാം. അല്ലെങ്കിൽ ഇവിടെ നാമജപ ഘോഷയാത്രകൾ ഓരോ വാർഡിലും നടത്താൻ അവർക്കൊന്നും ഇപ്പോൾ കപ്പാസിറ്റി ഉണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? അത് വേണ്ട എന്ന എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ മെല്ലെപ്പോക്ക് സമീപനം അവർ തന്നെ കൊണ്ടുപോകുന്നതാണ്. ഒക്ടോബർ 16 പോയി PM ശ്രീ ഒപ്പിടാൻ ധാരണയായി MOU ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇനിയൊരു ഗവൺമെൻറ് വന്ന് ഞാൻ ഒപ്പ് മാറ്റാൻ പറ്റില്ല. കാരണം ചീഫ് സെക്രട്ടറി ഇടുന്ന ഒപ്പ് അത് ദീർഘകാലത്തേക്കുള്ളതാണ്. അത് നയസമീപനത്തിൽ മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. CPI എന്ന് പറഞ്ഞ കക്ഷി ആകെ ഇടഞ്ഞിരിക്കുകയാണല്ലോ. CPI ഇടഞ്ഞിരിക്കുകയാണ്. ഇടച്ചിൽ എവിടം വരെ പോകും എന്നുള്ളത് ഇത് സെറ്റിൽമെൻറ്റിന് വേണ്ടി ആയിരിക്കുമോ അവരിങ്ങനെ? എനിക്കിത് അങ്ങനെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഈ കാര്യങ്ങളിൽ. ഇതൊക്കെ സാമ്പത്തികമായി സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? സീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ചിലപ്പോൾ വലിയേട്ടന് വഴങ്ങിക്കൊടുക്കാം. പക്ഷെ അത് CPI ഇത്രയും ഇഷ്യൂ ആക്കിയ സ്ഥിതിക്ക് അവരിനി ഇതിൽ നിന്ന് പുറകോട്ട് പോയാൽ അവർ ഓൾമോസ്റ്റ് കുളിച്ച് കുട്ടിയില്ലാതെയായി.
ആ കുട്ടിയുടെ മരണമായിരിക്കും ഇനി ഇതിൽ നിന്നൊരു പുറകോട്ട് പോയി കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയായിരിക്കും. പക്ഷെ ഇപ്പം അവർക്ക് പൊതുവിലൊരു ഇമേജ് ഉണ്ട്. ഈ ഒരു ഇഷ്യൂവിൽ അവർ എടുത്ത സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കിടയിൽ ചെറിയൊരു ഇതുണ്ട്. അത് കറക്റ്റാണ്, സത്യമാണ് ചെയ്യുന്നത് എന്നുള്ളൊരിതുണ്ട്. പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഇപ്പോഴുള്ള പ്രശ്നം മക്കളാണ്. മക്കൾ പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ലല്ലോ. ഒരു 99% ഒരു നേതാക്കന്മാരുടെ മക്കൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ പിള്ളേർ വരുന്നില്ല. ഈ മക്കൾ ഓരോ ഇവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറേ ബിസിനസ്സുകളിലും ഇതിലൊക്കെ ഇടപെടുകയാണ് ചെയ്യുന്നത്. അവരെന്നിട്ട് ഇവരുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വളരുന്നു. ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നോക്കിയാൽ ഇത് തന്നെയാണ് കാണുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിമാരിലെ മക്കളൊക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് ഇവർ തടവിലാക്കപ്പെടുന്ന അച്ഛന്മാരെന്നുള്ളൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഇവരുടെ ഈ മക്കളുണ്ടാക്കി കൂട്ടുന്നതിൻ്റെ പയലൊക്കെ തീർച്ചയായിട്ടും ഇതാണ് പ്രശ്നം. ഈ പയലൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രണം വരികയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ വളരെ ആവേശത്തോടെ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ചിരുന്ന ചില സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു CPIക്ക്. അവരൊക്കെ പൊടുന്നതിനെ നമ്മൾ എന്താ പറയുക, വാലും ചുരുട്ടി ഉള്ളിലിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഈ നെപ്പോട്ടിസമായിട്ട് ബന്ധപ്പെട്ട ഈ മക്കൾ സ്വജനപക്ഷപാതമെന്ന് ബന്ധപ്പെട്ട രീതിയിൽ വല്ലാണ്ട് പോയി. അത് കൂടുതലും അത് സംഭവിച്ചിരിക്കുന്നത് ഈ ഇടതുപക്ഷ സഹയാത്രികർക്കും ഇടതുപക്ഷ മന്ത്രിമാരുടെ മക്കൾക്കുമാണ്. കാരണം കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കൾ മുൻപേ തന്നെ വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ്. അവർ അവരുടേതായ കാര്യങ്ങളിൽ പോകുന്നു. ചുരുക്കം ചിലരൊഴിച്ച് ബാക്കി ആരും അങ്ങനെ രാഷ്ട്രീയത്തിലില്ല. അതേസമയം ഇവരുടെ മക്കൾ രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതൽ അവർ ബിസിനസ്സിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ ഈ ഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുവകകളും ബിസിനസ്സുകളും അവർക്ക് തന്നെ അത് ഇപ്പോഴൊക്കെ കുറേയൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ്. അവിടെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഈറ്റൻ എത്തനോൾ മിക്സ് ചെയ്ത് ഇത് പുഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈറ്റൻ്റെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഈ മൊളാസസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാം ഗഡ്കരിയുടെ മകൻ്റെ സ്ഥാപനമാണ്. അതൊക്കെ എത്തനോൾ ഉണ്ടാക്കുന്ന കമ്പനി. അതെ, അത് ഈ പറയുന്ന എത്ര 500 ഇരട്ടിയൊക്കെയാണ്, 550 ഇരട്ടിയാണ് നേരെ കയറിപ്പോയത്. അപ്പോൾ ഇതെല്ലാ ഇതിലും നടക്കുന്നുണ്ട്. അല്ല, അജിത് ഡോവലിന്റെ മകൻ, നമ്മുടെ സെക്യൂരിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുടെ മകൻ പാകിസ്ഥാൻകാരനായിട്ടാണ് ചേർന്ന ജോലി ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ സ്ഥിതി? അജിത് ഡോവലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഊതി വീർപ്പിക്കപ്പെട്ട മറ്റൊരു മോഡി മാത്രമാണ് അജിത് ഡോവലൊക്കെ. അത്രേ ഉള്ളൂ. ഇവർക്ക് മറ്റ് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യങ്ങളായിരിക്കുന്ന ശ്രീലങ്ക മുതലായ സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ മറ്റൊരിടത്തും ഒന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ശശി തരൂർ പോയിട്ട് സംഭവിച്ചത്. അവർ പോയി അവിടെ അമേരിക്കയിലെ പ്രതിപക്ഷത്തുള്ളതും അതേ ഭരണപക്ഷത്തിലുള്ള ആരുമായിട്ടും ഒരു മെയിൻ മീറ്റിങ്ങുകൾ നടന്നില്ല. പിന്നെ എന്തിനാ ഇവർ പോയത് എനിക്കും കിട്ടണം പണം, അത് തന്നെ, അത്രേ ഉള്ളൂ. ശശി തരൂരിന് അപ്പോൾ ഒരു ഇത് കിട്ടി, മോഡി പറഞ്ഞു, ആള് പോയി. ഇത്രയും എന്താ പറയുക, ഒരു റോങ് പേഴ്സൺ, ഒരു വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും ശശി തരൂരിനുണ്ട്. അപ്പോൾ അദ്ദേഹം പോയി അവിടുത്തെ കുറച്ച് ഇന്ത്യൻ പത്രപ്രവർത്തകരാണ്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അമേരിക്കയിൽ നടത്തിയ എല്ലാം ഒട്ടുമുഖ്യ പത്രസമ്മേളനങ്ങളും ഈ ഇന്ത്യൻ മാധ്യമങ്ങളാണ് അവിടെ നിരന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ മെയിൻ പത്രങ്ങളുടെ ഒരു ലേഖകൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതവിടെ ഒരു വാർത്തയുമായിരുന്നില്ല ശശി തരൂർ വന്നു സംസാരിച്ചു എന്നുള്ളത്. ഇത് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി BJP വിട്ടു. ഇവർ മറ്റേ പമ്പരത്തിന് ചാട്ട് കയറ്റിയ പോലെ അവർ പോയി കറങ്ങി തിരിച്ചു വന്നു എന്നല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ ബ്ലണ്ടറിന് മുഖം മിനുക്കാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവർ ഉപകരിച്ചു. അതിൽ ഇവരെല്ലാം ചട്ടുകങ്ങളായി. അതുമാത്രമാണ് ഉണ്ടായത്. അല്ല,
ഉദ്യമം വെച്ചാൽ കുറേ പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളെ കൂടി വിദേശത്ത് അയച്ചുകൊണ്ട് നടത്തിയ ഒരു ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ള സംഭവം ശരിക്കും പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്താ കാരണം? തെളിവ് ഇവരൊക്കെ പോയി വന്നതിന് ശേഷം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് സഹായങ്ങളുടെ പെരുവഴിയായിരുന്നു ADB-യുടെയൊക്കെ എത്ര സാമ്പത്തിക സഹായമാണ് അതിന് ശേഷം ലഭിച്ചത്? ശശി തരൂർ അവിടെ ഉള്ളപ്പോഴാണ് ADB-യുടെ ഇത് അവർ ഡിക്ലെയർ ചെയ്ത്. അതൊക്കെയാണ് അതിലെ തമാശ. അതാരും ചോദ്യം ചെയ്യാനോ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഇത് സംഭവിച്ചു എന്ന് ശശി തരൂരിനോട് ആരും ചോദിക്കുന്നില്ല. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ ചർച്ചയൊന്ന് ചുരുക്കുകയാണ് നമ്മുടെ സമയം. മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഈ സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നിങ്ങൾ വിദേശത്ത് നിന്ന് കാണുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് തോന്നുന്നതെന്ന് കുറച്ചൊന്ന് പറഞ്ഞാൽ നമുക്കതിലൂടെ കേൾക്കുന്നവർക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ പല ഗ്രൂപ്പുകളായിട്ടും പ്രസ്ഥാനങ്ങളായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെയൊക്കെ നോക്കി കാണുന്നതെന്ന് അറിയുന്നത്? യുവജനങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങുക, സ്കൂൾ തലത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മുടെ കയ്യിൽ സ്കൂളുകളില്ല, കോളേജുകളില്ല. അപ്പോൾ ഇതിന് യൂത്തിനെ കേന്ദ്രീകരിച്ച് നവമാധ്യമങ്ങളിൽ കൂടെ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലെങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വേറെ ചില ഗ്രൂപ്പുകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പണം ഇതിലൊരു ഘടകമാണ്. പണമുണ്ടെങ്കിൽ തന്നെ അത് വ്യക്തമായ രീതിയിൽ അത് വിനിയോഗിക്കുക. പിള്ളേർ സെറ്റിൻ്റെ ഇടയിലേക്ക് ഇതിനെത്തിക്കാനുള്ള ഒരു മാർഗം ഈ പറയുന്ന നമ്മൾക്കൊക്കെ ഓരോ സ്കൂളുകളിൽ സന്ദർശിച്ചിട്ടായാലും ഇപ്പം നമുക്ക് അവിടുത്തെ പ്രിൻസിപ്പൽമാരെയോ ഹെഡ്മിസ്ട്രസ്മാരെയോ കണ്ടിട്ട് അവരോടൊക്കെ സംസാരിച്ചാൽ തന്നെ ചെറിയൊരു രീതിയിൽ അവരുടെ തന്നെ വീക്ഷണങ്ങളിലൊക്കെ ഒരു മാറ്റം വരും. അതൊക്കെ ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ ക്രസൻറ്റ് സ്കൂളിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജോർജ് കോലഞ്ചേരി അവരൊക്കെ വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വ്യക്തികളുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അത്തരം ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുമായിട്ടുള്ളൊരു നിരന്തരമായ സമ്പർക്കത്തിൽ കൂടെ ചെറിയൊരു രീതിയിൽ ഇപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയാണ് ടീച്ചർമാരോട് നിങ്ങൾ ഒന്ന് ഇത് ചെയ്യണം, സയൻറ്റിഫിക് കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം, അതേപോലെ മതപരമായ ഇതുമായിട്ട് ഇട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റങ്ങളുണ്ടാവും. ഈ അധ്യാപകരാണ് ഇതിലെ ഒരു വലിയൊരു കാറ്റലൈസിങ് ഏജൻറ്റ്. ഈ അധ്യാപകരെന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് അധികാരസ്ഥാനത്ത് വന്നവരും ജോലി കിട്ടിയവരുമാണ്. അതാണ് നമുക്ക് വരുന്ന ഒരു പുതിയൊരു അപജയം. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇതില്ല. അവർ പാദപൂജ ചെയ്യിക്കുന്നവരുണ്ട്. അതിപ്പോൾ പാദപൂജയിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ അടുത്ത് തന്നെ നമുക്ക് എന്താ പറയുക, ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടല്ലോ, ഇത് വലിയൊരു കലാപത്തിലേക്ക് എത്താം ഇന്ത്യയുടെ അവസ്ഥ. പക്ഷെ അത് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ദളിതരും അതിലെ മുസ്ലിങ്ങളും ഒന്നിക്കണം. പക്ഷേ ഇത് ദളിതരും മുസ്ലിങ്ങളും ഒന്നിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇവിടെ ഈ മുസ്ലിം ഗ്രൂപ്പ് ഇന്നും ജമാഅത്തെ ചിന്താഗതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിവിടുത്തെ ദളിത് ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദളിത് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ 100% മുസ്ലിമിന് അടിയറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞെക്കിക്കൊല്ലും. അതേസമയം നിങ്ങൾ ഹിന്ദു ഫോണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ദളിതനായിട്ടെങ്കിൽ അവർ ചവിട്ടിക്കൂട്ടിയാൽ നിങ്ങൾ വ്യക്തികളെങ്കിലും ഉണ്ടാവും. അതേസമയം നിങ്ങൾ മുസ്ലിം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ ദളിത് സംഘടനകൾ പലപ്പോഴും അന്ധമായിട്ട് ഒരു മുസ്ലിം പ്രീണനം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ശരിയായ ഐക്യം വരുന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 20-30% ഒരു പ്രബലമായൊരു ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ അത് വരണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ഗ്രൂപ്പുകൾ അവരുടെ കടുംപിടുത്തങ്ങളിൽ നിന്നും ഈ പറഞ്ഞ ഹിജാബ് മുതലായ വിഷയങ്ങളിൽ നിന്നും അവർ താഴോട്ട് വരണം. അവരൊട്ടും വരില്ല. അവരിപ്പോഴും ഏതെങ്കിലും വർഷം നമുക്ക് കാലിഫേറ്റ് ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതാണ് അതിൽ വേറെ വിഷയം. ഇനി നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് വളരെ സന്തോഷമുണ്ട്. ഇനി എന്നാണ് നാട്ടിലേക്ക് തിരിച്ച്? ഞാൻ ഇനിയൊരു 6-8 മാസങ്ങൾ ഞാൻ വീണ്ടും വരും. ഞാനിപ്പോൾ വന്നത് ഒരു ഷോർട്ട് വിസിറ്റായിട്ടാണ്. എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മച്ചി 91 വയസ്സാണ്. അപ്പോൾ ഞാൻ വരും വീണ്ടും ഒരു 6 മാസത്തിൽ എന്തായാലും ഞാൻ തിരിച്ചു വരും.
ഓക്കെ, നന്ദി.